ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. എൻ്റെ പേര് വിനോദാണ്. നമ്മൾ ഇന്ന് തൊട്ട് ഗ്രാമർ സെക്ഷൻ്റെ ഒരു പുതിയ സീരീസ് റൺ ചെയ്യാൻ പോവാണ്. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഇതിൻ്റെ ക്ലാസ്സസ് വരിക. മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. ഈ 3 ദിവസങ്ങളിൽ വൈകിട്ട് 7 മണിക്ക് നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ഓരോ ടോപ്പിക്സിൻ്റെ ഓരോരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ടെൻസസ് ചാപ്റ്റർ വെച്ചാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രാമർ എന്നുള്ള സെക്ഷൻ എറർ ഡിറ്റക്ഷൻ ടോപ്പിക്കിൻ്റെ മേജർ പാർട്ടാണ്. ആൻഡ് എല്ലാ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റൻസ് ഗ്രാമർ ബേസ്ഡ് ആണ് വരുന്നത്. സോ ബാങ്കിനായാലും SSCക്ക് ആയാലും വേറെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക് തൊട്ട് ഗ്രാമറിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുൾ ടോപ്പിക്സ് ആയതിനു ശേഷം ഓവറോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ടോപ്പിക് ഇൻ ഗ്രാമർ സെക്ഷൻ, ദാറ്റ് ഈസ് ടെൻസസ്. നൗ ആക്ച്വൽ ടെൻസസിൽ പോകും മുമ്പ് എനിക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് നമ്മൾ ടെൻസസ് ചാപ്റ്ററിൽ പലയിടത്തും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പലപ്പോഴും സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വേർബിൻ്റെ ഫോംസ്, വേർബ്, ഹെൽപ്പിംഗ് വേർബ്, മെയിൻ വേർബ്, ഇങ്ങനെ പലയിടത്തും നമ്മൾ റെഫർ ചെയ്യും. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഞാൻ അതിനൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്ച്വൽ ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇപ്പം ഞാൻ ഇവിടെ വേർബിൻ്റെ കാര്യം പറയാണ്. വേർബ് ഇപ്പം ഞാൻ പറയുന്നത് ജസ്റ്റ് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള കാര്യമായിരിക്കും. ആക്ച്വലി നമുക്ക് വേറെ ഇൻ ഡെപ്ത് ആയിട്ട് വേർബിൻ്റെ വേറെ ചാപ്റ്റർ ഉണ്ട്. അവിടെ ഞാൻ പ്രോപ്പർലി ഡെപ്തിൽ കവർ ചെയ്യും. അതേപോലെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ഞാൻ കൺസെപ്റ്റ് ഇപ്പം പറയുമ്പോഴെന്താണ്, ഇവിടെ നിലവിൽ ഈ ചാപ്റ്ററിന് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. നൗ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്താണ്, എന്നിട്ട് ഒബ്ജക്റ്റ് എന്താണ്. സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്. നൗ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. രാഹുൽ കിൽഡ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, രാഹുൽ കിൽഡ് വരുൺ. ഓക്കെ, നൗ ഇവിടെ കിൽഡ് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ ചെയ്തത് ആരാണ്? രാഹുൽ. അതാണ് നമ്മളെ ഇവിടുത്തെ സബ്ജക്റ്റ്. സോ എവിടെയായാലും ആക്ഷൻ ചെയ്യുന്ന ആളിന് എന്താണ് പറയണത്? സബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഈ സബ്ജക്റ്റ് വന്നേക്കുന്നത് പാർട്ട് ഓഫ് സ്പീച്ചിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നൗൺ ആണ്. യെസ്, രാഹുൽ കിൽഡ് വരുണിൽ രാഹുൽ നൗൺ ആണ്. അപ്പോൾ ആക്ഷൻ സബ്ജക്റ്റ് എന്തായിട്ട് വന്നിട്ടുണ്ട്? നൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തേൽ ഹീ കിൽഡ് ഹിം. ഇവിടെ ആരാണ് കൊന്നത്? ആക്ഷൻ ചെയ്തത് ആരാണ്? ഹീ. ആ ഹീ അവിടുത്തെ സബ്ജക്റ്റ് ആണ്. പക്ഷേ ഹീ എന്താണ്? പ്രൊനൗൺ ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ നോക്കുകയാണെങ്കിൽ അതൊരു പ്രൊനൗൺ ആണ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ആരാണ്? ആക്ഷൻ ചെയ്യുന്ന ആൾ. അത് സിമ്പിൾ മനസ്സിലാക്കുക. ഏതൊരു കാര്യത്തിൽ ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ റോൾ പ്ലേ ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്നുകിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ഡെപ്തിൽ പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കും. പക്ഷേ ജനറലി നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത്. അല്ലെങ്കിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ് സബ്ജക്റ്റിൻ്റെ റോള് പ്ലേ ചെയ്യുന്നത്. ഇനി അതുപോലെ ഒബ്ജക്റ്റ് എന്താണ്? ഇപ്പം നോക്ക്, രാഹുൽ കിൽഡ് വരുൺ. രാഹുൽ ഒരു ആക്ഷൻ എടുത്തു, കൊല്ലുന്ന. ആ ആക്ഷൻ റിസീവ് ചെയ്തത് ആരാണ്? വരുൺ. ആക്ഷനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ ഹിം. ഈ ആക്ഷൻ റിസീവ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് ഒരു ആക്ഷൻ എടുക്കും, അത് റിസീവ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ്. ഈ കേസിൽ ഒബ്ജക്റ്റ് വരുൺ ആയിരുന്നു, അത് നൗൺ ആയിരുന്നു. ഈ കേസിൽ ഒബ്ജക്റ്റ് ഹിം ആയിരുന്നു, അതൊരു പ്രൊനൗൺ ആണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ റോള് ആരാണ് പ്ലേ ചെയ്യുന്നത്? ഒന്നുകിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. സോ സബ്ജക്റ്റിൻ്റെ റോളും പ്ലേ ചെയ്യുന്നത് നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ്. അതേപോലെ ഒബ്ജക്റ്റിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നതും നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ്. എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഇപ്പം ടെൻസസ് ചാപ്റ്ററിന് ആവശ്യമുള്ള കാര്യം മാത്രം നമ്മൾ നോക്കി പോകും. എല്ലാം ഗ്രാമർ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആക്ച്വലി ഫുള്ളായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. അല്ല ഞാൻ ഇതിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ട് വേറെ ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫ്ലോയിൽ പോവില്ല. സോ പേഷ്യൻസോടെ എല്ലാം ചാപ്റ്റേഴ്സ് കാണുക. ആൻഡ് ഇവൻച്വലി മൊത്തം ഗ്രാമറിൻ്റെ ഒരു പെർഫെക്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമുക്ക് അറിയേണ്ട കൺസെപ്റ്റ് പറഞ്ഞാൽ വേർബ്സ്. ഓക്കെ, വേർബ്സ് എന്താണ്? വേർബ്സിൻ്റെ ടൈപ്സ് എന്താണ്? ബേസിക്കലി നമുക്ക് വേർബ്സിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെയിൻ വേർബ്. മെയിൻ വേർബിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ആക്ഷൻ വേർബ്സ്. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്, ഫിസിക്കൽ ആക്ഷനാണ് എന്ന് നമ്മൾ എപ്പോഴും സ്ഥിരം കേൾക്കുന്നതാണ്. ശരിയാണ്, വേർബിൻ്റെ ഒരു ടൈപ്പാണത്. ആക്ഷൻ വേർബ്സ് എന്ന് പറഞ്ഞാൽ റണ്ണ്, വാക്ക്, ടോക്ക് എക്സാമ്പിൾസ് ആണ്. അത് വേർബിൻ്റെ ഒരു ടൈപ്പ്, ആക്ഷൻ വേർബ്സ്. വേർബിന് വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്, സ്റ്റേറ്റ് വേർബ്സ്. സ്റ്റേറ്റ് വേർബ് നമ്മളെ കൺട്രിയുടെ സ്റ്റേറ്റ്സ് ഒന്നുമല്ല. ഇത് നമ്മളെ ഫീലിങ്സ് ആണ്, അവസ്ഥയാണ്, ഇമോഷൻസ് ആണ്. ഇപ്പം ഞാൻ ഐ ലൈക്ക് ഹെർ അല്ലെങ്കിൽ ഐ ലവ് ഹെർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ലവും ലൈക്കും വേർബാണ്, പക്ഷെ അത് ഫിസിക്കൽ ആക്ഷൻ അല്ല. ഓക്കെ, അത് നമ്മളെ ഇമോഷൻസ് ആണ്. സോ അതും നമ്മളെന്താണ്? മെയിൻ വേർബ് തന്നെയാണ്. സോ ഫിസിക്കൽ ആക്ഷൻസ് ഓർ ഇമോഷൻസ് ആർ കോൾഡ് സ്റ്റേറ്റ് വേർബ്സ്. അത് നമ്മളെ മെയിൻ വേർബ് കാറ്റഗറിയിൽ വരും.
അടുത്തുള്ളത് എന്താണ്? ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഇതിന് ഓക്സിലറി വേർബ്സ് എന്നും പറയാറുണ്ട്. അതിൽ പ്രൈമറി ഹെൽപ്പിംഗ് വേർബ് അതിൽ വരുന്നതാണ് ഈസ്, ആം, ആർ, വാസ്, വർ, ബീൻ, ബീങ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇതെല്ലാം പ്രൈമറി വേർബ്സ് ആണ്, പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. ഈസ്, ആം, ആർ, വാസ്, വർ, ഡു, ഡസ്, അതേപോലെ ഹാവ്, ഹാസ്, ഹാഡ്, ബീൻ, ബീങ്, ഇതെല്ലാം പ്രൈമറി വേർബ്സ് ആണ്. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് മോഡൽ വേർബ്സ്. ഇതും ഹെൽപ്പിംഗ് വേർബിൻ്റെ സെക്കൻഡ് ടൈപ്പാണ്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, യൂസ് ടു, ഓട്ട് ടു, മസ്റ്റ്, ഡെയർ, നീഡ് ടു. ഇതെല്ലാം എന്താണ്? മോഡൽ വേർബ്സ് ആണ്. ഇതെല്ലാം നമ്മൾ പലപ്പോഴും പലവട്ടം നമ്മൾ ഈ ചാപ്റ്ററിൽ റെഫർ ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇവിടെ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നൗ ജസ്റ്റ് ഒരു ജനറൽ റൂൾ ഞാൻ ഇപ്പോഴേ ഒന്ന് പറഞ്ഞുതരാം. ഡീറ്റെയിൽ നമ്മൾ പലപ്പോഴും അത് വരും, അത് ഞാൻ വീണ്ടും പറയും. ഈ മോഡൽ വേർബ്സ് ഇല്ലേ, മോഡൽ വേർബ്സ് അതിന് ശേഷം എപ്പോഴും വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരുള്ളൂ. മോഡൽ വേർബ്സിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരുള്ളൂ. സോ മോഡൽ വേർബ് അതിന് ശേഷം ഫസ്റ്റ് ഫോം. ഇത് ജസ്റ്റ് എഴുതി വയ്ക്കുക. ഈ ഫസ്റ്റ് വേർബിൻ്റെ ഫോംസ് എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു നോട്ടായിട്ട് എഴുതി വെച്ചു. ഇത് റൂളാണ്. എല്ലാ റൂളിനേക്കാളും ഇത് മുകളിലോട്ട് തന്നെ നിൽക്കും. മോഡൽ വേർബ് വിൽ ബി ഫോളോഡ് ബൈ ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഓൺലി. ഇസ് ദാറ്റ് ക്ലിയർ? ഫൈൻ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേർബിൻ്റെ ഫോംസ്. നമുക്ക് വേർബിൻ്റെ ബേസിക്കലി 5 ഫോംസ് ഉണ്ട്. വേർബ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, ഫോർത്ത് ഫോം, ഫിഫ്ത്ത് ഫോം. അപ്പോൾ അതിൽ ബിയുടെ ഫോംസ് ആണ് നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയില്ലേ, ഈ ഈസ്, എം, ആർ, വാസ്, വർ, ബീൻ, ബീങ്. അതിൽ ഈ 5 ഫോംസ് നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്. ഓക്കെ, ഇത് V4 അല്ല, ഇത് V5 ആണ്. ഓക്കെ, സോ നൗ ബിയുടെ ഫോംസിൽ വരുന്നതാണ് ആമും ആറും. നമ്മൾ ഈസ്, ആം, ആർ, വാസ്, വർ, അതേപോലെ ബീൻ, ബീങ്, ഇതെല്ലാം ബിയുടെ ഫോംസ് ആണ്. അതിൽ പക്ഷേ വേർബിൻ്റെ ഈ 5 ഫോമിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് ഫോമിൽ വരുന്നതാണ് ആം, ആറ്. ഫസ്റ്റ് ഫോം ആം, ആറ്. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് വാസ്, വർ. തേർഡ് ഫോം എന്ന് പറയുന്നത് ബീന്. ഫോർത്ത് ഫോം എന്ന് ING ഫോംസ് ആയിരിക്കും എപ്പോഴും, ബീങ്. ആൻഡ് ഫിഫ്ത്ത് ഫോം എന്ന് പറയുന്നത് സിംഗുലർ ഫോം ഈസ്. ഓക്കെ, ഇതിൽ ഇവിടെയും ഫസ്റ്റ് ഫോം എന്താണ്? ഇവിടെ 6 കണ്ടോ, ഇത് പ്ലൂറൽ ഫോമാണ്. യെസ്. പിന്നെ അടുത്ത ഡൂയുടെ ഫോമിൽ വരുന്നത് ഫസ്റ്റ് ഫോം ഡു, സെക്കൻഡ് ഫോം ഡിഡ്, പാസ്റ്റ്. ഇത് ഡൺ, പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോമാണ്. ഇത് ഡൂയിങ്, പിന്നെ ഡസ്. അതുപോലെ ഹാവിൻ്റെ ഹാവ്, ഫസ്റ്റ് ഫോം, ഹാഡ്, സെക്കൻഡ് ഫോം, തേർഡ് ഫോം ഹാഡ് തന്നെയാണ്. ING ഫോം ഹാവിങ്, സിംഗുലർ ഫോം ഹാസ്, ഫിഫ്ത്ത് ഫോം. അതുപോലെ വാക്ക്, ഇത് നമ്മൾ മെയിൻ വേർബ് എടുത്താണ്. ഇതെല്ലാം ഹെൽപ്പിംഗ് വേർബിൻ്റെ കാര്യത്തിലുള്ളത് പറഞ്ഞാണ്. ഇത് മെയിൻ വേർബിൽ ഒരു വേർബ് എടുക്കുകയാണെങ്കിൽ വാക്ക്, സെക്കൻഡ് ഫോമും വാക്ക്ഡ് ആണ്, തേർഡ് ഫോമും വാക്ക്ഡ് ആണ്, ഫോർത്ത് ഫോം വാക്കിംഗ് ആണ്, ഫിഫ്ത്ത് ഫോം വാക്സ് ആണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള വേർഡ്സ് വേറെ പല വേർഡ്സ് വരാം. ഇപ്പോൾ റൺ ആണെങ്കിൽ റൺ, റാൻ, അതേപോലെ റണ്ണിങ്, പിന്നെ റൺസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വേർബ്സിൻ്റെ ഫോംസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, വേർബിൻ്റെ ഫോംസ് ഇതാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. I'll just move this a little bit. Okay, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ, I'll just do it here. Okay, fine. സോ ഇപ്പം നമ്മൾ വേർബിൻ്റെ ഫോംസ് പഠിച്ചു. ബിയുടെ ഫോം, അതിൽ വേർബിൻ്റെ 5 ഫോമിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആണ്, ഡൂയുടെ ഫോം, അതെല്ലാം പഠിച്ചു. Now one more thing that you need to remember is, നമുക്ക് ഒരു വേർബിനെ, ഏതെങ്കിലും ഒരു വേർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ, if you want to make it singular, എങ്കിൽ എന്ത് ചെയ്യണം? ആഡ് എസ് ഓർ ES ടു ഇറ്റ്. ആഡ് എസ് ഓർ ES ടു ഇറ്റ്, അത് സിംഗുലർ ആവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ എഴുതിക്കുന്ന വാക്ക് നോക്ക്, വാക്ക് എന്നുള്ള വാക്ക് പ്ലൂറലാണ്. ഇതിനെ സിംഗുലർ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? S ചേർത്താൽ മതി, വാക്സ്. അതേപോലെ വാഷ് എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ വാഷ്, ഇത് പ്ലൂറലാണ്. ഇതിൻ്റെ കൂടെ എന്ത് സിംഗുലർ ചേർക്കണം? എന്ത് ചെയ്യണം? വാഷസ് എന്നാക്കണം. ഓക്കെ, സോ ഏതൊരു വേർബിനെയും സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? S ഓർ ES ചേർത്താൽ മതി, അത് സിംഗുലർ ആയിക്കോളും. അതേസമയം ഏതെങ്കിലും ഒരു നൗണിൻ്റെ കാര്യത്തിൽ നൗണിൻ്റെ കൂടെ S or ES ചേർത്താൽ എന്ത് സംഭവിക്കും? ഇഫ് യു ആഡ് S or ES ടു നൗൺ, ഇറ്റ് വിൽ ബിക്കം പ്ലൂറൽ. അത് ഓർമ്മ വേണം. നൗണിൻ്റെ കൂടെ S or ES ചേർത്താൽ അത് പ്ലൂറൽ ആവും. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട് എന്നുള്ള വാക്ക്, ഫ്രണ്ട്, ഇത് സിംഗുലർ ആണ്. ഇതിൻ്റെ കൂടെ S ചേർത്തെന്ന് വിചാരിച്ചോ, പ്ലസ് S ചേർത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്താവും? പ്ലൂറൽ ആവും. ഓക്കെ,
സോ നൗണിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്താൽ അത് സിംഗുലർ ആവും, പ്ലൂറൽ ആവും. അതേസമയം വേർബിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്താൽ അതെന്താവും, സിംഗുലർ ആവും. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മ വേണം. പ്ലീസ് മേക്ക് ഷുവർ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എത്രത്തോളം നിങ്ങൾ ബുക്കിൽ എഴുതി പോവോ അത്രയ്ക്ക് അത് കാര്യങ്ങൾ ഓർമ്മ നിൽക്കും. ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് എന്താണ്? സി ജനറലി ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന വേർബും എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ സിംഗുലർ വേർബ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് വിൽ ഓൾവേസ് ബി ഫോളോഡ് ബൈ സിംഗുലർ വേർബ്. നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ കുറച്ച് പ്രൊനൗൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പ്രൊനൗൺ എടുക്കുകയാണെങ്കിൽ സിംഗുലർ പ്രൊനൗൺസ് ഹി, ഷീ, ഇറ്റ്, ഇതെല്ലാം സിംഗുലർ പ്രൊനൗൺസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇവിടെ ബിയുടെ ഫോം പഠിച്ചില്ലേ, ബിയുടെ ഫോം പഠിച്ചു. അപ്പോൾ ബിയുടെ ഫോമിൽ ഏത് ഫോമാണ് നമ്മളെ ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ വരേണ്ടത്? ഏത് ഫോം ആയിരിക്കും? സിംഗുലർ ഫോമാണ് വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഈ കിടക്കുന്നില്ല ഈ റോ, ഇത് ഫുൾ സിംഗുലർ റോ ആണ്. ഈ ഫുൾ റോയിലുള്ള സാധനങ്ങളാണ് നമുക്ക് എന്ത് വരേണ്ടത്? ആ ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ വരേണ്ടത്. സോ ബേസിക്കലി ബിയുടെ ഫോമിൽ എന്ത് വരും? ഈസ് വരും. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ആ രീതിയിലാണ് നമ്മൾ പറയണത്. ഓക്കെ, അതുപോലെ ഡൂയുടെ ഫോമിൽ പറയണത് ഡസ്, ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ഹാവിൻ്റെ ഫോം പറയുകയാണെങ്കിൽ ഹാസ്, ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ്. അതുപോലെ വാക്ക്, മെയിൻ വേർബിൻ്റെ ഫോം പറയുകയാണെങ്കിൽ ഹി വാക്സ്, ഷീ വാക്സ്, ഇറ്റ് വാക്സ്. ഓക്കെ, ഷീ വാക്കോ ഹി വാക്ക് എന്ന് പറയില്ല, അവിടെ സിംഗുലർ ആണ് ഷീ, അതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തു. സോ ബേസിക്കലി നമുക്ക് ഇവിടെ നമ്മൾ ഹീയുടെ കൂടെ നമ്മൾ ബിയുടെ ഫോം എടുക്കുകയാണെങ്കിൽ ഈസ് വരും. പിന്നെ ഡൂയുടെ ഫോം എടുക്കുകയാണെങ്കിൽ ഡസ് വരും. ഞാൻ പാസ്റ്റ് ഫോം എടുക്കുന്നില്ല, എല്ലാ പ്രസൻറ്റ് ഫോം മാത്രമേ എടുക്കുന്നുള്ളൂ. പാസ്റ്റ് ഫോം ഇസ് സെയിം ഫോർ എവ്രിവെയർ. ഓക്കെ, അടുത്ത ഹി ഈസ്, ഹി ഡസ്, അതേപോലെ ഹാസ്, ആൻഡ് ദെൻ ഏതെങ്കിലും മെയിൻ വേർബ് വെച്ചാണെങ്കിൽ വാക്സ്. ഓക്കെ, ഇത് മൂന്നിനും സെയിം ആണ്, ഹീയുടെ കാര്യത്തിലും ഷീയുടെ കാര്യത്തിലും ഇറ്റിൻ്റെ കാര്യത്തിലും. ഇനി ഞാൻ രണ്ടാമത്തത് പ്ലൂറൽ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബ് എന്തായിരിക്കും? പ്ലൂറൽ വേർബ് ആയിരിക്കും. എപ്പോഴും ഒരു കാര്യം ഓർമ്മ ഉണ്ടാവണം, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വേർബും ഉണ്ടായേ പറ്റും. സബ്ജക്റ്റ് വേർബും ഇല്ലെങ്കിൽ സബ്ജക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മീനിങ്ലെസ് ആണ്. ഞാൻ വെറും ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആവുമോ? സെൻറ്റൻസ് ആവുമോ? ഹി ഈസ് ഹി ഈസ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയാൽ ശരിയാവുമോ? ഇല്ല. അവിടെ സബ്ജക്റ്റ് ഹീസ് എന്താണ്? ഹെൽപ്പിംഗ് വേർബാണ്, മെയിൻ വേർബ് വേണം. അല്ലെങ്കിൽ അത് ഹെൽപ്പിംഗ് വേർബെങ്കിൽ മെയിൻ വേർബിൻ്റെ റോൾ പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ബാക്കി മുമ്പോട്ട് ഒബ്ജക്റ്റും ഉണ്ടാവണം, അതവിടെ കാണുന്നില്ല. സോ ബേസിക്കലി യു ഹാവ് ടു ഹാവ് സബ്ജക്റ്റ് ആൻഡ് വേർബ് ബോത്ത് ഉണ്ടായിരുന്നാൽ മാത്രമേ മീനിങ് ഫുൾ സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ പ്ലൂറലിൻ്റെ എക്സാമ്പിൾ പറയാം. വി, യു, ദേ. ഇനി പ്ലൂറലിൻ്റെ കൂടെ എന്ത് വരും? ഓക്കെ, ഈ കിടക്കുന്ന ഫസ്റ്റ് ഫോം ഇല്ലേ, ഇതാണ് പ്ലൂറലിൻ്റെ ഫോംസ്. ഓക്കെ, ആമിൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് പിന്നീട്. ആറ്, വിയുടെ കൂടെ ആറ് വരും, വി ആർ. പിന്നെ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ വി വേർ എന്ന് വരും. പാസ്റ്റിൻ്റെ ഫോം ഞാൻ നോക്കുന്നില്ല, വിട്ടേക്ക്. അടുത്ത് ഐ ഡു, വി ഡു, ദേ ഡു, യെസ് യു ഡു. അതുപോലെ വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി വാക്ക്, ദേ വാക്ക്, യു വാക്ക്. സോ ഇവിടെ ബിയുടെ ഫോമിൻ്റെ എന്താണ്? ആറ്. പിന്നെ അടുത്തെന്താണ്? ഡൂയുടെ ഫോമിൽ ഡു തന്നെയാണ്. ഹാവിൻ്റെ ഫോമിൽ ഹാവ് തന്നെയാണ്. എന്നിട്ട് വാക്കിൻ്റെ ഇതിൽ ഇവിടെ വോക്സ് ആണ്, ഇവിടെ വാക്ക്. സോ ഈ മൂന്നിലും ഇത് സെയിം ആണ്. ഈ രണ്ട് കേസിലും നമ്മൾ ഈ പറഞ്ഞ റൂൾ അതേപോലെ പക്ക ഫോളോ ആവുന്നുണ്ട്. സബ്ജക്ട് സിംഗുലർ, വേർബ് സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ, വേർബ്സ് പ്ലൂറൽ. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കേസും കൂടെ ഉണ്ട്, ഐയുടെ കാര്യം. ഐയുടെ കേസിൽ എന്താണ്? ഐ ഈവൻ ദോ ബൈ നേച്ചർ സിംഗുലർ ആണെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന എല്ലാ വേർബ്സും സിംഗുലർ ആയിട്ടല്ല വരുന്നത്. ഐയുടെ കൂടെ വെറും ആമും വാസും മാത്രം എന്താവുള്ളൂ? സിംഗുലർ ആയിട്ട് വരുള്ളൂ.
ഐയുടെ കൂടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഐയുടെ കൂടെ ആം എന്നിട്ട് വാസ് മാത്രമേ സിംഗുലർ ആയിട്ട് വരുള്ളൂ. ഇവിടെ മാത്രം അത് സിംഗുലർ ആയിട്ട് അതിൻ്റെ കൂടെ വേർബ്സ് വരുള്ളൂ. ബാക്കിയെല്ലാം ഐയുടെ കൂടെ വരുന്ന വേർബ്സ് ഏതാണ്? പ്ലൂറലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഐ ആം ഐ വാസ് എന്ന് പറയും, പക്ഷേ ഡൂര കേസിൽ ഐ ഡസ് എന്ന് പറയും. എപ്പോഴും കേട്ടിട്ടുണ്ടോ ഐ ഡസ് എന്ന് പറയണത്? ഇല്ലല്ലോ. ഐ ഡു എന്ന് പറയും, ഐ ഡു. അതുപോലെ ഐ ഹാവ് എന്ന് പറയും, ഐ ഹാസ് എന്ന് പറയില്ല. അതുപോലെ ഐ വർക്ക് എന്ന് പറയും, ഐ വർക്ക്സ് എന്ന് പറയില്ല. ഇതെല്ലാം പ്ലൂറലാണ്. ഓക്കെ, സോ ഐയുടെ കൂടെ വെറും ആമും വാസും മാത്രമേ സിംഗുലർ ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ ഐയുടെ കൂടെ എന്താണ്? പ്ലൂറൽ വേർബ്സ് ആണ് വരുന്നത്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സോ നമുക്ക് ടെൻസസ് ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടി ആവശ്യമുള്ള ബേസിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വേർബിൻ്റെ ഫോംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വേർബ്സ് ടൈപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ബേസിക്സും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെൻസസ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടെൻസസ് ദാറ്റ് വി ഹാവ്. നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പിൻ്റെ ടെൻസസ് ഉണ്ട്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ആ ഓരോന്നിനകത്തും ഈ 4 ടൈപ്സ് ഉണ്ട്. പ്രസൻറ്റിനകത്ത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവിടെ അതേപോലെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, സെയിം. ഈ 4 ഫോംസ് എല്ലായിടത്തും ഉണ്ട്. സോ നമ്മൾ ആദ്യം 1 by 1 ആദ്യം എല്ലാ സിമ്പിൾ ടെൻസ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ടെൻസ്, അത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ടെൻസ്, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ. സോ ആദ്യം പ്രസൻറ്റിൻ്റെ സിമ്പിൾ ടെൻസ്, പിന്നെ പാസ്റ്റിൻ്റെ സിമ്പിൾ ടെൻസ്, അങ്ങനെ 1 by 1 നമ്മളിതിൽ പഠിച്ചു പോകും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചായിരിക്കും. സോ ബേസിക്സ് മനസ്സിലായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം മുമ്പോട്ട് എല്ലാ ടോപ്പിക്സിലും എല്ലാ ടെൻസസിലും ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ റെഫറൻസ് ഉണ്ടാവും, ഞാൻ വീണ്ടും ആവർത്തിച്ചത് പറയുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് സിസ്റ്റം ഫോളോ ചെയ്യാൻ പോകണം, ഏത് രീതിയിലാണ് ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാൻ പോകണമെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു ടെൻസ് എടുക്കുമ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുതരും. സബ്ജക്റ്റ്, അതിന് ശേഷം എന്ത് വരണം, ഈ സ്ട്രക്ചർ പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെൻ്റ് ആയിട്ടുള്ള യൂസേജ് പറയും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഗ്രാമർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ചാപ്റ്റർ ഒത്തിരി വാസ്റ്റാണ്. ഓക്കെ, നമ്മളിവിടെ PhD എടുക്കാനല്ല വന്നേക്കുന്നത്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള ടൈപ്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യും. എക്സാമിൽ റിലവൻസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരിക്കലും ചോദിക്കാത്ത ടൈപ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ഓക്കെ, സോ വി വിൽ കവർ ദ ടൈപ്സ് ദാറ്റ് ഹാവ് ബീൻ ആസ്ഡ്. ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതും കൂടെ നമ്മൾ കവർ ചെയ്ത് പോകും. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ സ്ട്രക്ചർ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് എസ് ഓർ ഇ എസ്. ഓക്കെ, ഇവിടെ എസ് ഓർ ഇ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ പറയാണ് സബ്ജക്റ്റ് ഹി ആണെന്ന് വിചാരിച്ചു, വേർബ് സേ റൺ, വേർബ് റണ്ണാണ്. ഈ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ, അപ്പോൾ എന്താവും? ഈ വേർബും സിംഗുലർ ആവണം. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? സിംഗുലർ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. റണ്ണിൻ്റെ കൂടെ എസ് ആണ് ചേർന്നത്. ആ എസ് ഓർ ഇ എസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതനുസരിച്ച് എസ് ഓർ ഇ എസ് ചേർക്കുക. സോ ഹി റൺസ്. അതേസമയം ദേ യൂസ് ചെയ്തെന്ന് വിചാരിച്ചോ, ദേ യൂസ് ചെയ്ത്, ദേ എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ അതിന് ശേഷം വെറും റൺ എന്ന് മാത്രമേ വരുള്ളൂ. ദേ റൺസ് എന്നല്ല, ദേ റണ്ണ് പ്ലൂറൽ ഫോമാണ്. അപ്പോൾ സബ്ജക്ട് പ്ലസ് V1 മാത്രമേ വരുള്ളൂ. സോ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അതനുസരിച്ച് അപ്പർ സൈഡിലും എന്താണ്? വേർബും സിംഗുലറിന് വേണ്ടി ആക്കാൻ വേണ്ടി എസ് ഓർ ഇ എസ് യൂസ് ചെയ്യും. അതാണ് ഈ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് എസ് ഓർ ഇ എസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് എസ് ഓർ ഇ എസ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് യൂസേജ് നോക്കാം. ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു ഹാബിറ്റായിട്ട് ചെയ്യുകയാണ്, നിരന്തരം ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ, ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുള്ളൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് verb പ്ലസ് എസ് ഓർ ഇ എസ്. സോ വെനെവർ യു സീ ദാറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ് ആസ് എ മാറ്റർ ഓഫ് ഹാബിറ്റ്, അത് ആഴ്ചയിൽ ഒരു ദിവസം ആവാം, മാസത്തിലൊരു ദിവസം ആവാം, വർഷത്തിലൊരു ദിവസം ആവാം, ഡെയിലി ആവാം, എനിത്തിങ്. ഓക്കെ, ഞാനിപ്പം പറയുകയാണ് ഞാൻ വർഷത്തിലൊരു ദിവസം ടൂറിന് പോകുന്നുണ്ട്, എല്ലാ വർഷവും ഒരു ദിവസം ടൂറിന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്വഭാവമാണ്, എൻ്റെ ഹാബിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് എന്തിന് ചെയ്യണം? പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പുട്ട് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ്. ഐ ഹാവ് ടു യൂസ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നൗ ലെറ്റ്സ് സീ എൻ എക്സാമ്പിൾ ഹിയർ. മൈ സിസ്റ്റർ ഗോസ് ടു കോളേജ് എവറി ഡേ. ഓക്കെ, എവറി ഡേ എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതൊരു ഹാബിറ്റാണ്. എല്ലാ ദിവസവും എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസ് ഏത് ഫോമിലായിരിക്കണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് എസ് ഓർ ഇ എസ്. നാം ഇവിടെ സബ്ജക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ കോളേജിൽ പോകുന്നതാണ് ആക്ഷൻ, ഗോസ് ടു കോളേജ്. ഓക്കെ, സോ ഗോസ് ആണ് ആക്ഷൻ. ആ പോകുന്നത് ആരാണ്? എൻ്റെ സിസ്റ്റർ.
യെസ് ഓ നോ? സോ എൻ്റെ സിസ്റ്റർ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞാൽ വേർബ് ഗോ ആണ്. എൻ്റെ സിസ്റ്റർ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ എന്താണ് ESും കൂടെ ചേരും. ഓക്കെ, സോ മൈ സിസ്റ്റർ ഗോസ് ടു കോളേജ് എവറി ഡേ. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ എറർ ഇട്ടിട്ടില്ല, ഞാൻ എക്സാമ്പിളിന് വേണ്ടി തന്നതാണ്. അതുപോലെ ഐ ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ്. എല്ലാം രാവിലെയും. എവറി എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? എല്ലാം രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. സബ്ജക്റ്റ് ആരാണ് നടക്കാൻ പോകുന്നത്? ഐ, ഞാനാണ്. അത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഐയുടെ കേസിൽ എന്താണ് ആമും വാസും മാത്രമേ പ്ലൂറലായിട്ട് സിംഗുലറായിട്ട് വരുള്ളൂ, ബാക്കി എല്ലാം പ്ലൂറലായിരിക്കും. അതിനുശേഷം വേർബ് ഗോ പ്ലൂറലാണ്. സോ സബ്ജക്ട് പ്ലസ് V1 വന്നിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഐ ഈ കേസിൽ എന്താണ് സിംഗുലർ അല്ല, വാസും ആമും ആയിരുന്നു സിംഗുലർ ആയിട്ട് എടുത്തത്. സോ ഐ ഗോ ഫോർ എ വാക്ക് എവറി മോർണിംഗ് ഈസ് ഓൾസോ കറക്റ്റ്. നൗ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും ഹാബിറ്റ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഹാബിറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇവിടെ എവറി ഡേ എന്നുള്ള വാക്ക് കണ്ടപ്പോഴാണ് നമുക്ക് ഹാബിറ്റ് എന്ന് മനസ്സിലായത്. അതുപോലെ ഇവിടെ എവറി മോർണിംഗ് എന്നുള്ള വാക്ക് കണ്ടപ്പോഴാണ്, സെൻറ്റൻസ് ആ രണ്ട് വേർഡ്സ് കണ്ടപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? ഇതൊരു ഹാബിറ്റ് ആണെന്ന്. സോ ഇങ്ങനെ ചില വാക്കുകളുണ്ട്, വേറെയും ചില വാക്കുകളുണ്ട് വിച്ച് ഹെൽപ്സ് us to understand that this statement is a habit. ഫോർ എക്സാമ്പിൾ എവറി കൊണ്ട് തുടങ്ങുന്ന എല്ലാ വാക്കും, എവറി ഡേ, എവറി നൈറ്റ്, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ, എവറി ഈവനിങ്, എവറി മോർണിംഗ്, അതുപോലെ ഡെയിലി. സെൽഡം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. ഞാൻ ഇപ്പം പറയാണ് ഐ സെൽഡം ഗോ ടു ടെമ്പിൾ. സെൽഡം ഗോ ടു ഞാൻ വളരെ ചുരുക്കേ പോകുന്നുള്ളൂ, പക്ഷേ അതും എൻ്റെ ഹാബിറ്റാണ്. ഞാൻ ചുരുക്കമായാലും ആ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ കുറച്ച് ഗ്യാപ്പിൽ ഞാൻ പോകുന്നുണ്ട്. അതുപോലെ നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നെവർ എങ്ങനെയാണ് ഹാബിറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇപ്പം ഞാൻ പറയണത് ഐ നെവർ സ്മോക്ക്. നെവർ സ്മോക്കിൻ്റെ അർത്ഥം എന്താണ്? ഡെയിലി എനിക്ക് സ്മോക്ക് ചെയ്യാൻ അവസരമുണ്ട്, പക്ഷേ ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ഹാബിറ്റായിട്ട് വെച്ചൊക്കെയാണ്, ഒരു കാരണവശാലും സ്മോക്ക് ചെയ്യാതിരിക്കാൻ റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ. സോ ദാറ്റ് ഈസ് അഗെയിൻ a habit. അതുപോലെ ഒക്കേഷണലി, ഫ്രീക്വൻ്റ്ലി, ഓഫൻ, യൂഷ്വലി, ജനറലി, വൺസ് എ ഡേ, ട്വൈസ് എ ഡേ, ഇതെല്ലാം ഹാർഡ്ലി, റെയർലി, സ്കെയർസ്ലി, ഈ എല്ലാ വാക്കുകളും എന്ത് കാണിക്കുന്നുണ്ട്? നമുക്ക് ഹാബിച്വൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് എവിടെയൊക്കെ ഈ ഹാബിച്വൽ ആക്ഷൻ കാണുന്നോ അവിടെ എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നിങ്ങൾക്ക് ആക്ച്വൽ എക്സാംസിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിനെ 3-4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഏത് പാർട്ടിലാണ് എറർ അത്ര മാത്രമേ കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ താഴെ ഓപ്ഷൻസ് ഉണ്ടാവും, ആ പാർട്ടിൽ കറക്റ്റ് ആൻസർ എന്താണ് വരേണ്ടത്, അങ്ങനെ റിപ്ലേസ്മെൻറ്റ്. പക്ഷേ നമ്മളിവിടെ പഠിക്കുമ്പോൾ ഞാനവിടെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് മൾട്ടിപ്പിൾ എറേഴ്സും വന്നിട്ടുണ്ടാവും, അത് പഠിക്കാൻ വേണ്ടിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? എറർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആക്ച്വലി അവിടെ എന്ത് വരണം എന്നും കൂടെ നമ്മൾ അവിടെ എഴുതി പോകും, അല്ലെങ്കിൽ മനസ്സിലാക്കി പോകും. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ റൂൾസ് ഓർമ്മ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഈ 100 കണക്കിന് റൂൾസ് ഒന്നോടെ കാണാപ്പെടാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. സോ 1 by 1 വി വിൽ ട്രൈ ടു ലേൺ ദ റൂൾസ്. ഓക്കെ, സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. ആദ്യം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്, എന്നിട്ട് ഞാൻ പറയുന്ന എക്സാമ്പിൾ നോക്ക്. ഇവിടെ നോക്ക്, ഐ ആം ഗോയിങ് എവറി ഡേ ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. സോ ഇവിടെ എവറി ഡേ എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവണേ? ഹാബിറ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ വരേണ്ടത്? നമ്മൾ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് S or ES. ഓക്കെ, ഫൈൻ. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? ഐ, ഞാനാണ് ഈ പോണത്. നമുക്ക് സബ്ജക്റ്റിന് ശേഷം ഈസ്, ആം, ആർ വല്ലതും വേണോ? ഇല്ലല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഇത് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേർബിൻ്റെ ഫസ്റ്റ് ഫോമിലൂടെ ING ഫോം ഉണ്ടോ? ഇല്ല, ഇതും കട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഐയുടെ കാര്യത്തിൽ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? ഐയുടെ കൂടെ ആം, വാസ് മാത്രമേ സിംഗുലർ ആയിട്ട് വരുള്ളൂ, ബാക്കിയെല്ലാം പ്ലൂറലായിട്ട് വരും. അപ്പോൾ ഈ ഗോ എന്താണ്? പ്ലൂറലാണ്. സോ ബേസിക്കലി എന്ത് വരും? ഐ ഗോ എവറി ഡേ ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതാണ് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത്. സോ ഈ പാർട്ടിലാണ് എറർ ഉള്ളത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു പാർട്ട് തന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ഇട്ടൊക്കെയാണ്. രണ്ടാമത്തെ നോക്ക്, ഓൾദോ ഹീ ഈസ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ഹീ ഈസ് ഹാർഡ്ലി ടോക്കിംഗ് ടു മീ. ഹാർഡ്ലി എന്നുള്ള വാക്ക് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയായിരുന്നു. ഇവിടെ കണ്ടോ? ഹാർഡ്ലി നമുക്ക് എന്താ കാണിക്കുന്നത്? ഹാബിച്വൽ ആക്ഷൻ ആണ്. ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ ഈ സെൻറ്റൻസ് എന്താവണം? ഹാർഡ്ലി ആണെങ്കിൽ ദിസ് സെൻറ്റൻസ് ഷുഡ് ബി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, റൈറ്റ്? ഓക്കെ, സോ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ആരാണ് വളരെ കുറച്ച് സംസാരിക്കുന്നത്? ഇതല്ലേ, ഹീ അല്ലേ? യെസ് ഓ നോ? ഹീ ഈസ് ഹാർഡ്ലി ടോക്കിംഗ് ടു, അങ്ങനെയല്ലേ കിടക്കുന്നത്. സോ സബ്ജക്റ്റിന് ശേഷം നമുക്ക് വേർബിൻ്റെ ഫസ്റ്റ് ഫോം വേണം. ഈസ്, എം, ആർ വേണ്ട. ഈ ഹാർഡ്ലി ഒരു ഇതാണ്, അഡ്വേർബാണ്, അത് കളയേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ കിടക്കട്ടെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ ഞാൻ അറിയാതെ കട്ട് ചെയ്തത്. ഇനി ടോക്ക് ING ഫോം വരില്ല. ഹീ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ എന്ത് വരും? ടോക്സ് എന്നാവും. സോ ബേസിക്കലി ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാവും? ഓൾദോ ഹീസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ഹീ ഹാർഡ്ലി ടോക്സ് ടു എനി വൺ ഇൻ ദ ഓഫീസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.
അടുത്ത് നോക്ക്. ഡ്യൂറിങ് ദ ഹോളിഡേയ്സ് ഐ എം ഓഫൻ വർക്കിംഗ് അറ്റ് മൈ അങ്കിൾസ് ഓഫീസ്. ഇതിലെവിടെയെങ്കിലും ഹാബിച്വൽ ആക്ഷൻ ഉണ്ടോ ഇല്ലേ? ഓഫൻ നിങ്ങളിവിടെ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും. ഓഫൻ എന്നുള്ള വാക്ക് ഇവിടെ കിടപ്പുണ്ട്, ഇത് അടങ്ങുന്നത്. ഓഫനും എന്താണ്? ഹാബിറ്റാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഫൻ്റെ കാര്യത്തിലും നമുക്കറിയാം അത് ഹാബിറ്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആവണം. ഇവിടെ ആരാണ് വർക്ക് ചെയ്യണത്? ഞാൻ. സോ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിന് ശേഷം ഈസെമാറിൻ്റെ ആവശ്യമില്ല. ഐയുടെ കൂടെ നമുക്ക് ING ഫോം വരില്ല. ഓക്കെ, ഐ ഞാൻ പറഞ്ഞില്ല, ആമും വാസും മാത്രമേ സിംഗുലർ ആയിട്ട് വരുള്ളൂ, ബാക്കി പ്ലൂറൽ ആയിരിക്കും. സോ ഐ ഓഫൻ വർക്ക് എന്നാണ് വരേണ്ടത്. സോ ഡ്യൂറിങ് ദ ഹോളിഡേയ്സ് ഐ ഓഫൻ വർക്ക് അറ്റ് മൈ അങ്കിൾസ് ഓഫീസ് ടു ഏൺ സം പോക്കറ്റ് മണി. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദിസ് എക്സാമ്പിൾ. ഇതൊന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ ഇഫ് യു ഗെറ്റ് ദ ആൻസർ. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഹി ഈസ് ഓൾവേസ് ഗോയിങ് ഫോർ ദ ക്രിക്കറ്റ് പ്രാക്ടീസ് ആഫ്റ്റർ ഹിസ് സ്റ്റഡീസ്. അതുപോലെ ഷീ ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ഹർ ഹസ്ബൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ പാരൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ, ഹി ഓൾവേസ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഹാബിറ്റ് ആണ്. സോ ഹി ഓൾവേസ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഗോസ് എന്നാവും. ബാക്കി ഫോർ ദ ക്രിക്കറ്റ് പ്രാക്ടീസ് ആഫ്റ്റർ ഹിസ് സ്റ്റഡീസ്. അതേപോലെ ഷീ ഓൾവേസ് ടോക്സ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. ദോസ് ഹു ഹാവ് അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ് ഏർലിയർ യു ഷുഡ് ബി ഗെറ്റിംഗ് ദിസ് ആൻസർ. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്. നൗ അണ്ടർസ്റ്റാൻഡ്, ഇത് കറക്റ്റാണ്. ഇവിടെ നിങ്ങൾ ഷീ ഓൾവേസ്, ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, എറർ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ കിട്ടിയത് ഹി ഓൾവേസ് ഗോസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് എറർ നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ്. എന്നാൽ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്ക് ഇല്ല. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, കറക്ഷൻ ഇതാണ്. എന്നിട്ട് ഈ കറക്ഷൻ തെറ്റാണ്. എന്തുകൊണ്ട്? സി, നമ്മളിവിടെ ഞാൻ എഴുതിച്ച വാക്കുകളിൽ എവിടെയെങ്കിലും ഓൾവേസ് എന്നുള്ള വാക്ക് കാണുന്നുണ്ടോ? എവിടെയെങ്കിലും? ഓൾവേസ് വളരെ കോമൺ വാക്കല്ലേ, അപ്പോൾ അത് എന്തായാലും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്ന വാക്കാണ്. അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അത് മറന്നുപോയതോ വിട്ടുപോയതോ അല്ല. ഓൾവേസ് എന്നുള്ള കാര്യത്തിന് നമുക്ക് എക്സെപ്ഷൻ ഉണ്ട്. ഓൾവേസിന് 2 തരത്തിൽ മീനിങ് വരാറുണ്ട്. ഒന്ന്, ഓൾവേസ് എന്നുള്ള വാക്കിന് 2 അർത്ഥം വരാറുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ. ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഹാബിറ്റ്, രണ്ടാമത്തത് ഇറിറ്റേഷൻ ഓർ ഫ്രസ്ട്രേഷൻ. ഇറിറ്റേഷൻ ഓർ ഫ്രസ്ട്രേഷൻ. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ്, ഓൾവേസിൻ്റെ അർത്ഥം ഹാബിറ്റ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസ് ഓർ ES. എന്നാൽ ഓൾവേസിൻ്റെ അർത്ഥം ഫ്രസ്ട്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എന്തായാലും മുമ്പോട്ട് പഠിക്കും. ഇപ്പം ഞാൻ ഒന്ന് പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V1 പ്ലസ് ING. ഓക്കെ, സോ സബ്ജക്ട് ഓൾവേസിൻ്റെ അർത്ഥം ഹാബിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓൾവേസിൻ്റെ അർത്ഥം ഇറിറ്റേഷനോ ഫ്രസ്ട്രേഷനോ ആണെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. ഇവിടെ നോക്ക്, ഹി ഈസ് ഓൾവേസ് ഗോയിങ് ഫോർ ദ ക്രിക്കറ്റ് പ്രാക്ടീസ് ആഫ്റ്റർ സ്റ്റഡീസ്. സോ ക്രിക്കറ്റ് പ്രാക്ടീസ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അവൻ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എന്താണ്? ഹാബിറ്റ് ആണ്. ഹാബിറ്റ് ആണെങ്കിൽ എന്താണ്? അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഹീക്ക് ശേഷം ഈസ് വരില്ല, ING ഫോം വരില്ല. ഹി ഓൾവേസ് ഗോസ് ഫോർ ദ ക്രിക്കറ്റ് പ്രാക്ടീസ് ആഫ്റ്റർ ദ സ്റ്റഡീസ് എന്ന് വരും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, മുകളിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾവേസിൻ്റെ അർത്ഥം എന്താണ്? ഹാബിറ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഹാബിറ്റ് ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആക്കി അതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഹി ഓൾവേസ് ഗോസ് ഫോർ ദ ക്രിക്കറ്റ് പ്രാക്ടീസ് എന്നാക്കി കറക്റ്റ് ചെയ്തു. എന്നാൽ രണ്ടാമത്തേൽ നോക്ക്, ഷീ ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ഹർ ഹസ്ബൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ പാരൻസ്. ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ചോ നമ്മൾ വേറെ ഒരാളുടെ ഏത് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതൊരു ശീലമാണോ അതോ നമ്മളെ ഫ്രസ്ട്രേഷനോ ഇറിറ്റേഷനോ കാണിക്കുന്നതാണോ? നമുക്ക് ഒരാളോട് ഹാപ്പി ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളൊരു പേഴ്സൻ്റെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഏത് നേരം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? നമ്മൾ എപ്പോഴും ഏത് നേരം അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യത്തിന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഇറിറ്റേഷനോ ഫ്രസ്ട്രേഷനോ ഉള്ളപ്പോഴാണ്. യെസ് ഓ നോ? അല്ലാതെ ഹാപ്പിനെസ് ഉള്ളപ്പോഴല്ല, അല്ലെങ്കിൽ നമ്മളെ ഹാബിറ്റ് ആയതുകൊണ്ടല്ല. സോ ഇവിടെ ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഏത് നേരവും അവളെ ഭർത്താവിനെ കുറിച്ച് അവളെ വീട്ടുകാരോട് പറയുന്നുണ്ട്. സോ ആ പറയുന്നത് എന്താണ്? അവളുടെ ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഓൾവേസിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? ഇവിടെ ഓൾവേസിൻ്റെ അർത്ഥം ഈ പറയുന്ന ഇറിറ്റേഷൻ ഓർ ഫ്രസ്ട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ടത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് ഷീ, അത് കഴിഞ്ഞിട്ട് ഷീ സിംഗുലർ ആയതുകൊണ്ട് ഈസ് മാറിൽ ഏത് വേണം വരാം. ഓക്കെ, അത് ഡിപ്പെൻഡ്സ്, സബ്ജക്റ്റിനെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഓൾവേസ് നമുക്ക്
അവിടെ ആഡ്വേർബാണ്, അത് വിട്ടേക്ക്. അത് കഴിഞ്ഞിട്ട് ടോക്കിംഗ്, അത് വേർബ് 1 ഫസ്റ്റ് ഫോം പ്ലസ് ING. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓൾവേസിൻ്റെ കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ റൂൾസ് എത്ര ഉണ്ടോ അതുപോലെ തന്നെ ഒത്തിരി എക്സെപ്ഷൻസും ഉണ്ട്. അത് മനസ്സിലാക്കി വേണം പോകാൻ. ഓക്കെ, സോ ഇത് എഴുതിയെടുക്കണം. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് ഇതേപോലത്തെ സിമിലർ 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ദിസ് ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇവിടെ നോക്ക്, ഹി ഈസ് ഓൾവേസ് സ്പീക്കിംഗ് ദ ട്രൂത്ത്. എപ്പോഴും സത്യം പറയുന്നത് ഹാബിറ്റ് ആണോ ഫ്രസ്ട്രേഷൻ ആണോ? ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് സത്യം പറയണത്? ഇല്ലല്ലോ, അതൊരു സ്വഭാവമാണ്. ഓക്കെ, സോ ഹാബിറ്റ് ആണ്. ഹാബിറ്റ് ആണെങ്കിൽ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരണം. സബ്ജക്റ്റ് ഹി ആണ്, സിംഗുലർ ആണ്, അതിനുശേഷം ഈസിൻ്റെ ആവശ്യമില്ല. ഓൾവേസ് അവിടെ കിടക്കട്ടെ. സ്പീക്കിങ്ങിൽ ING ഫോം വേണ്ട. ഹി സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ എന്താവും? സ്പീക്സ് എന്നാവും. ഹി ഓൾവേസ് സ്പീക്സ് ദ ട്രൂത്ത്. ഇനി ഷീ ഓൾവേസ് കംപ്ലെയിൻസ് അബൌട്ട് ദ വർക്ക്. വർക്കിനെ കുറിച്ച് ഏത് നേരം കംപ്ലയിൻറ്റ് പറയാണ്. ബേസിക്കലി അത് ഫ്രസ്ട്രേഷൻ ആണ്. സോ ഇവിടെ ഓൾവേസ് ഫ്രസ്ട്രേഷൻ എന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വരേണ്ടത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഹീ സബ്ജക്റ്റ് ആണ്, ഹീ സിംഗുലർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഈസ് ആണ് വരേണ്ടത്. ഹീ ഈസ് ഓൾവേസ്, പിന്നെ കംപ്ലൈൻ്റ് ആണ്, ഇത് വേർബ്, കംപ്ലൈൻ വേർബ് ആണ്. അതിൻ്റെ ING ഫോം എന്ന് പറയുന്നത് കംപ്ലൈനിങ്. ഹീ ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ദ വർക്ക്. ബാക്കി അതേപോലെ വരും. ഹീ ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ദ വർക്ക്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് പെർട്ടിക്കുലർ കൺസെപ്റ്റ്. ഓക്കെ, ഫൈൻ. നമുക്ക് ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെക്കൻഡ് യൂസേജിലോട്ട് പോകാം. ഫസ്റ്റ് യൂസേജ് എന്താണ്? ഹാബിച്വൽ ആക്ഷൻ. സെക്കൻഡ് യൂസേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ്. ഇവിടെയെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ ഫാക്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ് എന്ന് എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം പണ്ട് മുതലേ ഒരു സത്യമാണ്, ഇന്നും ഈ നിമിഷം വരെ അതിനെന്താണ് തെറ്റാണെന്ന് ആരും പ്രൂവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് തെറ്റെന്ന് ആരും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ it will be called a universal truth or fact, and universal truths or facts is always written in simple present tense. കാരണം ഇന്നും അത് ട്രൂ ആണ്. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കേസ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പ്ലാന്റ്സ് ഗീവ് us ഓക്സിജൻ. ഓക്കെ, ഇവിടെ പ്ലാന്റ്സ് പ്ലൂറൽ ആണ്. ഓക്കെ, സബ്ജക്റ്റ് ആൻഡ് പ്ലാന്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ പ്ലൂറൽ വേർബ് വന്നിട്ടുണ്ട്, V1. പ്ലാന്റ്സ് ഓക്സിജൻ തരുന്ന കാര്യം സത്യമല്ലേ? ഇന്നും സത്യം. ഇന്ന് ഈ നിമിഷം വരെ പ്ലാന്റ്സ് തന്നെയല്ലേ ഓക്സിജൻ തരണം, അല്ല പശുവും ഇതൊന്നും അല്ലല്ലോ. അല്ല, ചിലർ അങ്ങനെയൊക്കെ പറയാറ് കേട്ടിട്ടുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അതുപോലെ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇന്നും സൺറൈസ് രാവിലെ ആയത് ഈസ്റ്റിൽ തന്നെയാണ്. സോ അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് ഇത് സിംഗുലർ ആണ്, സണ്ണ്, അതിൻ്റെ കൂടെ V1 പ്ലസ് S വന്നിട്ടുണ്ട്. ഓക്കെ, സോ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ട കാര്യം എന്താണ്? ഹാബിച്വൽ ആക്ഷൻ വരുമ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സബ്ജക്ട് പ്ലസ് V1 പ്ലസ് S ഓർ S. ഞാനൊരു കാര്യം പറയാം, ഒരു എക്സാമ്പിൾ എഴുതാം. സൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത്. അതുപോലെ ദ സൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത്. ദ എർത്ത്, രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. മൂവ്സ് അറൗണ്ട് ദ സൺ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറയാം, ഇതിൽ ഏതാണ് ആക്ച്വലി ഫാക്റ്റ്, ഏതാണ് സത്യം, ഏതാണ് യൂണിവേഴ്സൽ ട്രൂത്ത്? സണ്ണ് എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്നതാണോ അതോ എർത്ത് സണ്ണിനെ ചുറ്റും മൂവ് ചെയ്യുന്നതാണോ? ഏതാണ് സത്യം? Now so you have to understand, there was a time in history, past there was a time when people in European countries, especially the Christians, believed that sun moves around the earth. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എർത്തിന് ചുറ്റുമാണ് സണ്ണ് ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ഗാലിലിയോ. ഓക്കെ, അതിനുവേണ്ടി അയാൾക്ക് കുറേ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നു. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ ഫസ്റ്റ് കാര്യം ഇത് ഇന്നത്തെ സത്യമല്ല. ഇന്നെന്താണ്? എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുകയാണ്. യെസ്, സോ ദ തിങ് ഈസ്, this was believed in the past, it was considered to be true in the past, but it is not a truth today. അപ്പോൾ അത് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പാസ്റ്റിലോട്ട് ആക്കണ്ടേ? ഇന്ന് സത്യമല്ലല്ലോ. ഇന്ന് സത്യമാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വയ്ക്കുള്ളൂ. സബ്ജക്റ്റ് ദ സൺ ആണ്. ഇവിടെ എന്താണ്? ഇത് വേർബ് പ്ലസ് ഈ V1 പ്ലസ് S ആണ് ചേർത്തേക്കുന്നത്. പ്രസൻറ്റിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് എന്താക്കണം? പാസ്റ്റിലാക്കണം. അപ്പോൾ ഇതെന്താവും? മൂവ്ഡ് എന്നാക്കണം. ദ സൺ മൂവ്ഡ് അറൗണ്ട് ദ എർത്ത്. എന്നാൽ ഇതിൽ കുഴപ്പമുണ്ടോ? എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ.
യെസ്, ഇതെന്നും സത്യമല്ലേ? എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ എന്നുള്ളത് ഇന്ന് സത്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ സബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ കൂടെ verb പ്ലസ് എസ് ചേർത്തേക്കുന്നത്. സൺ, ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. ഇറ്റ് ഈസ് എ ട്രൂത്ത് ടുഡേ ഓൾസോ. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ദെയർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, ഫൈൻ. ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ദ സയൻറ്റിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കേൾക്കുമ്പോൾ ആദ്യം ഒന്ന് പോസ് ചെയ്ത് തനിയെ ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ദ സയൻറ്റിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പുൾസ് ഡൗൺ എവറിഥിങ്. ഓക്കെ, നൗ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സയൻറ്റിസ്റ്റ് വിശ്വസിച്ചിരുന്നു. അപ്പോൾ വിശ്വസിച്ചിരുന്നത് പണ്ടത്തെ കാലത്താണ്, അതുകൊണ്ട് അത് ബിലീവ്ഡ്, അത് പാസ്റ്റിൽ കിടക്കുകയാണ്. അതിൽ നമുക്കൊരു മാറ്റം വരുത്തേണ്ടാവില്ല. അവർ അന്നത്തെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പുൾസ് ഡൗൺ എവറിഥിങ്. ഇത് ഇന്നും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അന്ന് അത് സത്യമായിരുന്നു. ഓക്കെ, ഫൈൻ. ഇന്നും ഇത് ട്രൂ ആണെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കിടക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നും എല്ലാ കാര്യത്തിനെയും താഴെ നിലനിർത്തുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? യെസ് ഓ നോ? സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. പുള്ളാണ് വേർബ്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എസ് ചേർത്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ് കിടക്കുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ ഈ വിശ്വാസം അത് പാസ്റ്റുള്ളതാണ്. എന്താണ് വിശ്വാസം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പുൾസ് ഡൗൺ എവറിഥിങ്. അത് ഇന്നും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ദ പീപ്പിൾ ഇൻ ഏൻഷ്യന്റ് ടൈംസ് ബിലീവ്ഡ് ദാറ്റ്. അവർ വിശ്വസിച്ചിരുന്ന പാസ്റ്റിലാണ്, അതുകൊണ്ട് അത് പാസ്റ്റിൽ തന്നെ കിടക്കും. അതിന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് ഏൻഷ്യന്റ് ടൈംസിലുള്ള ആൾക്കാരാണ്. ദേ ആർ നോട്ട് ദെയർ ഇൻ ദ പ്രസന്റ്. ഓക്കെ, എന്താണ് വിശ്വസിച്ചിരുന്നത് അതാണ് നോക്കേണ്ടത്. ഈ ദാറ്റിന് ശേഷം പുതിയ ക്ലോസ് സ്റ്റാർട്ട് ആവുകയാണ്. ദ സൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത്. സൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത്. അന്ന് അവർ വിശ്വസിച്ചിരുന്നു സണ്ണ് എർത്തിന് ചുറ്റും കറങ്ങുകയാണെന്ന്. പക്ഷേ ഇന്ന് അത് സത്യമാണോ? ഇന്ന് സണ്ണ് എർത്തിന് ചുറ്റും കറങ്ങുന്നതാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് സ്റ്റഡീസ് മനസ്സിലായിട്ടുള്ളത്? ഇല്ലല്ലോ. എന്താണ് ചെയ്യുന്നത്? എർത്താണ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഫാക്റ്റ് എന്താണ്? ഫോൾസ് അല്ലേ? ഫോൾസ് ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇടാൻ പറ്റുമോ? ഇല്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പാസ്റ്റിലാക്കണം. സൺ മൂവ്ഡ് അറൗണ്ട് ദ എർത്ത്. ഒരു പക്ഷേ ഇവിടെ എർത്ത് ആയിരുന്നെങ്കിൽ എങ്കിൽ നമുക്ക് മൂവ്സ് അറൗണ്ട് ദ സൺ എന്ന് ഇട്ടായിരുന്നു. മൂവ്സ് അറൗണ്ട് ഈ നമ്മളിവിടെ പറഞ്ഞതുപോലെ. ഓക്കെ, പക്ഷേ സൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത് നടക്കണേ. അതുകൊണ്ട് നമുക്ക് അതിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് യൂണിവേഴ്സൽ ഫാക്റ്റ് അല്ല. സൺ അല്ല എർത്തിൻ്റെ ചുറ്റും കറങ്ങുന്നത്, എർത്താണ് സണ്ണിൻ്റെ ചുറ്റും കറങ്ങുന്നത്. സോ ആ ഫാക്റ്റ് പണ്ട് വിശ്വസിച്ചിരുന്ന സമയത്ത് അത് ട്രൂ ആയിരുന്നിട്ടുണ്ടാവാം. ഇന്ന് നിലവിൽ ട്രൂ അല്ല. അതന്ന് അവരങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. ഇറ്റ് ഈസ് ബീൻ പ്രൂവ്ഡ് റോങ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ ഫാക്റ്റ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യണം. ഇതാണ് നമ്മളെ രണ്ടാമത്തെ യൂസേജ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ യൂസേജിലോട്ട് പോകാം. ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ എന്താണ് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഹി വിൽ ബൈ എ കാർ. രണ്ടാമത്തെ പറയാണ് ഹി വിൽ ബൈ എ കാർ ടുമോറോ. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ ഫ്യൂച്ചറിൽ ഫിക്സ്ഡ് ആയിട്ട് തോന്നുന്നത്? ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് ആക്ഷൻ ഫിക്സ്ഡ് ആയിട്ട് തോന്നുന്നത്? രണ്ടാമത്തെ അല്ലേ? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹി വിൽ ബൈ എ കാർ. ഹി വിൽ ബൈ എ കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ കാർ വാങ്ങിക്കും. ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. വില്ല്, ഷാല്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ. ഓക്കെ, പക്ഷേ അത് എപ്പോൾ? വൈകുന്നേരം ആവാം, നാളെ ആവാം, മറ്റന്നാളാവാം, 10 വർഷം കഴിഞ്ഞിട്ടാവാം, 20 വർഷം കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് ഫിക്സ്ഡ് അല്ല, ഇത് നോട്ട് ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ മാത്രമേ കിടക്കുള്ളൂ. ദാറ്റ് ഈസ് ഈ കിടക്കുന്ന സ്ട്രക്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1. സോ അൺസർട്ടൺ അല്ലെങ്കിൽ ഫിക്സ്ഡ് അല്ലാത്ത ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ അതിനെ വെറും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേ എഴുതുള്ളൂ. ഓക്കെ, അത് നമ്മൾ നോക്കണ്ട, വിട്ടരെ. പക്ഷേ ഇവിടെ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നാളെ എന്നുള്ള സമയം പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ ബൈ എ കാർ ടുമോറോ. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിൽ ഇതെന്താണ്? ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഈ കിടക്കുന്നത് പോലെ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഓൾസോ. ദാറ്റ് ഈസ് ഈ കിടക്കുന്ന പോലെ സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, അങ്ങനെ എഴുതാം. അത് മാത്രമല്ല അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും എഴുതാം. എങ്ങനെയെന്ന് വെച്ചാൽ ഹി ബൈസ്, ഹി സിംഗുലർ ആൻഡ് ബൈസ് എ കാർ ടുമോറോ. ഹി ബൈസ് എ കാർ ടുമോറോ. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്കതിനെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എഴുതാം. അതുകൂടാതെ നമുക്കതിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും എഴുതാം. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്.
നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് ഫ്യൂച്ചറിലാണല്ലോ കിടക്കുന്നത്, അതിനെ നമ്മൾ എങ്ങനെ പ്രസന്റിൽ എഴുതും? സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ വിൽ ഷാൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫ്യൂച്ചറിൽ വരേണ്ട കാര്യമല്ലേ, അപ്പോൾ എങ്ങനെ പ്രസന്റിൽ എഴുതും? പക്ഷേ നമുക്ക് അങ്ങനെ ഗ്രാമറിൽ റൂൾ ഉണ്ട് ദാറ്റ് ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് in future, we are talking about future, but it's a fixed action, then we can write it in simple present tense also. So both these statements are equally correct. Okay, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്? See, you have to understand. നിങ്ങൾ പലപ്പോഴും ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്ക്. ദ പ്രൈം മിനിസ്റ്റർ വിൽ ഗീവ് എ സ്പീച്ച് ടുമോറോ. സോ നമ്മൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിൽ ഇതിനെ ഈ ഫോമാറ്റിലായിരിക്കില്ല എഴുതുന്നത്. അവരെന്ത്, അല്ലെങ്കിൽ നമ്മളെ പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് US പ്രസിഡന്റ് ടുമോറോ എന്ന് പറഞ്ഞു വെച്ചോ, നാളത്തെ സമയമാണ്, അതുകൊണ്ട് വിൽ വിസിറ്റ് തന്നെയാണ് വരേണ്ടത്. പക്ഷേ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിനെ ഹെഡിങ്സിനെ കുറേ കൂടെ അട്രാക്റ്റീവും ക്യാച്ചി ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? പ്രൈം മിനിസ്റ്റർ മീറ്റ്സ് US പ്രസിഡന്റ് ടുമോറോ എന്ന് എഴുതും. അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതും. ആ സംഭവമാണ് യൂസ് ചെയ്ത് അതിനെ ഗ്രാമർ റൂൾ ആക്കി മാറ്റിയിട്ടുള്ളത്. ദാറ്റ് ഈസ് whenever you see something which is happening in future but it is fixed, then we can use it in simple present tense also and also simple future tense. രണ്ടും ആയാലും രണ്ടും absolutely correct ആണ്. സോ ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ ക്യാൻ ബി റിട്ടൺ ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആസ് വെൽ ആസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ നോട്ട് എഴുതിയെടുക്കണം. ഇവിടെ നോക്ക്, ദ പ്രൈം മിനിസ്റ്റർ വിൽ ഗീവ് സ്പീച്ച് ടുമോറോ. ടുമോറോ എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ കിടക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. സബ്ജക്റ്റ് പ്ലസ് ഈ കിടക്കുന്ന വില്ല് എന്നിട്ട് അതിൻ്റെ കൂടെ V1 സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസിലും എഴുതാം. അതെങ്ങനെയാവും? ദ PM ഗീവ്സ് എ സ്പീച്ച് ടുമോറോ. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആണ്. അതുപോലെ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ വിൽ മീറ്റ് US പ്രസിഡന്റ് ടുമോറോ. ഇത് വീണ്ടും ടുമോറോ, നാളെ ഫിക്സ് ടൈമിംഗ് ആണ്. ഇവിടെ ഇപ്പം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതിനെന്ത് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതാം. സോ ഈ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ മീറ്റ്സ്, വില്ല് വേണ്ട, മീറ്റ്സ് US പ്രസിഡന്റ് ടുമോറോ. ദ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ മീറ്റ്സ് US പ്രസിഡന്റ് ടുമോറോ. ഈ രീതിയിൽ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും ആബ്സൊല്യൂട്ട്ലി കറക്റ്റ് ആണ്. അതുപോലെ ദ സ്കൂൾ വിൽ റീ ഓപ്പൺ ഇൻ June 2025. സോ ഇവിടെ നോക്ക്, വില്ല് June 2025 ഫ്യൂച്ചറിലുള്ള ഒരു ഫിക്സ്ഡ് ഡേറ്റ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എഴുതിയിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യാം? ദ സ്കൂൾസ് റീ ഓപ്പൺ ഇൻ June 2025 എന്ന് എഴുതാം. ഇവിടെ സ്കൂൾസ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ റീ ഓപ്പണിന് പ്ലൂറൽ വെച്ചിരിക്കുന്നത്. അതുപോലെ മൈ ഫാദർ റിട്ടയേഴ്സ് ഓൺ 30th December. 30th December 2026 ഫ്യൂച്ചറിലുള്ള ഒരു ഫിക്സ്ഡ് ഡേറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ ഒന്നുകിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, രണ്ടും ഓക്കെയാണ്. ഇവിടെ കിടക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് റിട്ടയേഴ്സ് പ്ലസ് V1 പ്ലസ് S വന്നിട്ടുണ്ട്. ഇതിന് എനിക്ക് എന്തായിട്ട് എഴുതാം? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും എഴുതാം. എങ്ങനെ എഴുതാം? മൈ ഫാദർ വിൽ റിട്ടയർ ഓൺ 30th December 2026. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഇതാണ് നമ്മൾ മൂന്നാമത്തെ യൂസേജ്. ദാറ്റ് ഈസ് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും എഴുതാം, അതിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും എഴുതാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കേസും കൂടെ പഠിക്കാനുള്ളത്. ഇത് നോക്കുന്ന മുമ്പ് ജസ്റ്റ് നമുക്ക് നാലാമത്തെ ഒരു കേസുണ്ട്. ഞാനിപ്പോൾ 3 കേസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഒരു കേസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ എഴുതി വയ്ക്കുക. 4th കേസ് എന്ന് പറയുന്നത് അത് എഴുതി വെച്ചാൽ മതി. exclamatory statements starting with here or there. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സ്ക്ലമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്ലമേഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യണത്? ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഓർ പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക്, ഇതിനൊക്കെ നമ്മൾ കാണിക്കുന്നത് എക്സ്ക്ലമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഇവിടെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹിയറും ദേറും കൊണ്ട് സ്റ്റാർട്ട് ആവാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഹിയർ ഷീ ഫോൾസ്, ദേ അവൾ വീഴുന്നു. ഓക്കെ, സോ കണ്ട ഹിയർ കൊണ്ട് സ്റ്റാർട്ടായി, ഷീ സബ്ജക്റ്റ് ആണ്, ആൻഡ് ഇത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് S. ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം അല്ല. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നോക്കേണ്ടത് നമ്മളിപ്പോൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്ജക്റ്റ് പ്ലസ്, നമ്മൾ ആദ്യം പഠിച്ച സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1
പ്ലസ് എസ് ഓർ ഇ എസ്. ഇതിനെ അഫോർമേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ്. അഫോർമേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് ഇതെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ അഫോർമേറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ്. അതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ നമുക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ഉണ്ട്, നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ട്. എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. പക്ഷേ അവിടെ എന്താണ്? ഇൻട്രോഗേറ്റീവ് ഫോമിൽ ചോദ്യത്തിൻ്റെ രൂപത്തിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് വരാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും വരാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇൻട്രോഗേറ്റീവിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഡസ് ഷീ ഗോ ടു കോളേജ്. ഡസ് ഷീ ഗോ ടു കോളേജ്. അല്ലെങ്കിൽ ഡു വി നീഡ് ദ മണി. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഡസ് വന്നത് നമ്മളെ സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് അതനുസരിച്ച് ഹെൽപ്പിംഗ് വേർബ് മാറിയതാണ്. ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. ഈ ഹെൽപ്പിംഗ് വേർബ് ഈ സബ്ജക്റ്റിനനുസരിച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ വേർബ് ഇത് മെയിൻ വേർബാണ്, ഇതിലൊരു മാറ്റവും ഇല്ല. ഇത് സബ്ജക്റ്റിനനുസരിച്ച് ഒരു ചേഞ്ചും വന്നിട്ടില്ല, അതവിടെ പ്ലൂറൽ ഫോമിൽ തന്നെ കിടക്കുന്നത്. അതുപോലെ വി ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വി എന്താണ്? സബ്ജക്റ്റാണ്, പ്ലൂറലാണ്, അതുകൊണ്ട് നമ്മളിവിടെ ഡു യൂസ് ചെയ്തു. ഓക്കെ, പക്ഷേ ഇവിടെ നോക്ക്, വേർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ ഒരു മാറ്റവും ഇല്ല, അവിടെ പ്ലൂറലായിട്ട് തന്നെ കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്ക്. സോ ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ ഇതാണ്. ഞാൻ ഇവിടെ ഈ രണ്ടിലും മാറ്റം ഇല്ലാത്തതിൻ്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഡോണ്ട് വറി. സോ ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡസ്, അത് സബ്ജക്റ്റിനനുസരിച്ച് വരും, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V1 വേർബിൻ്റെ ഫസ്റ്റ് ഫോം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇവിടെ നോക്ക്, സബ്ജക്റ്റ് നെഗറ്റീവ് എഴുതാണ്. ഇതേ സംഭവം അവൾ കോളേജിൽ പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഷീ ഡസ് നോട്ട് ഗോ ടു കോളേജ്. ഇവിടെയും ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ വേർബ് സിംഗുലറായി. ഈ വേർബിൻ്റെ ഫോം ഇത് ഹെൽപ്പിംഗ് വേർബ് സിംഗുലറായി, പക്ഷേ മെയിൻ വേർബ് ഇവിടെ ഫസ്റ്റ് ഫോമിൽ തന്നെ കിടക്കുന്നത്. ഇവിടെ നോട്ടിന് ശേഷം ഫസ്റ്റ് ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കാര്യം വി ഡു നോട്ട് നീഡ് ദ മണി. ഓക്കെ, ഇവിടെയും ഈ വേർബിൻ്റെ ഫോം ഫസ്റ്റ് കിടക്കുന്നത്, ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ഇത് പ്ലൂറലായി. ഓക്കെ, സോ ഒരു കാര്യം റൂളായിട്ട് പഠിച്ചോ, റൂളായിട്ട് ദാറ്റ് ഇൻറ്ററോഗേറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസസിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഇതാണ്. ഹെൽപ്പിംഗ് വേർബ് സബ്ജക്റ്റിനനുസരിച്ച് മാറാറുണ്ട്. ഹെൽപ്പിംഗ് വേർബ് എന്താണ്? സബ്ജക്റ്റിനനുസരിച്ച് ചേഞ്ച് ആവും. പക്ഷേ മെയിൻ വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോമിലേ കിടക്കുകയുള്ളൂ. അത് ഏത് ടെൻസ് ആയാലും, പ്രസൻറ്റ് ആയാലും, പാസ്റ്റ് ആയാലും, ഫ്യൂച്ചർ ആയാലും. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടിടത്തും നോക്കുകയാണെങ്കിൽ ഷീയുടെ അനുസരിച്ച് ഇവിടെ ഡസ് ആയി, വീട് അനുസരിച്ച് ഡു ആയി. പക്ഷേ ഈ മെയിൻ വേർബ്സ് ചേഞ്ച് ആയിട്ടില്ല. ഇത് ഫസ്റ്റ് ഫോം തന്നെയാണ്, ഇതും ഫസ്റ്റ് ഫോം തന്നെയാണ്. ഇവിടെയും കണ്ടോ, ഷീയുടെ അനുസരിച്ച് ഡസ് ആയി, വീട് അനുസരിച്ച് ഡു ആയി. പക്ഷേ മെയിൻ വേർബ് ഗോ ഫസ്റ്റ് ഫോം തന്നെയാണ്, നീഡ് ഫസ്റ്റ് ഫോം തന്നെയാണ്. ഇതേ സെൻറ്റൻസ് ഞാൻ പാസ്റ്റിൽ പറയുകയാണെന്ന് വിചാരിച്ചോ, ഇൻട്രോഗേറ്റീവ്, പാസ്റ്റിൻ്റെ ഇൻട്രോഗേറ്റീവ് പറയുകയാണെങ്കിൽ എന്ത് പറയും? ഡിഡ് ഷീ ഗോ ടു കോളേജ്? യെസ്, ഇവിടെ നോക്ക്, ഡിഡ് ഇത് ഷീയുടെ കൂടെ ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ് വന്നു. പക്ഷേ ഇത് ഫോം ഫസ്റ്റ് തന്നെയാണ്. ഈവൻ ദോ പാസ്റ്റിൽ നമ്മൾ V2 ഫോമാണ് യൂസ് ചെയ്യണമെങ്കിലും ഇൻട്രോഗേറ്റീവിൽ അതിൻ്റെ ഫോം ഫസ്റ്റ് തന്നെ കിടക്കുകയുള്ളൂ. അതുപോലെ ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ വിൽ ഷീ ഗോ ടു കോളേജ്? ഇൻട്രോഗേറ്റീവിൻ്റെ കാര്യം ഇവിടെ നോക്ക്, V1 മാറിയിട്ടില്ല. ഷീ ഇത് ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ യൂസ് ചെയ്തു. അതേപോലെ അപ്പുറത്തെ കാര്യം പറയുകയാണെങ്കിൽ നെഗറ്റീവിൽ പറയുകയാണെങ്കിൽ പാസ്റ്റിൻ്റെ നെഗറ്റീവ് ഷീ ഡിഡ് നോട്ട് ഗോ ടു കോളേജ്. കണ്ടോ, ഇവിടെയും കണ്ട ഗോ മാറിയിട്ടില്ല, അത് ഫസ്റ്റ് ഫോമാണ്. ഷീ ഇതിൽ പാസ്റ്റ് ആയിട്ട് ഡിഡ് യൂസ് ചെയ്തു. അതേപോലെ ഷീ വിൽ നോട്ട് ഗോ ടു കോളേജ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്, അത് വേണമെങ്കിൽ എഴുതിയെടുത്തോ, ഞാൻ നോട്ട് പറയാം, എഴുതിയെടുത്തോ. ഇൻ കേസ് ഓഫ് ഇൻട്രോഗേറ്റീവ് ഓർ നെഗറ്റീവ് സെൻറ്റൻസസ്, only the helping verbs change according to the subject and tense. Only the helping verbs change according to the subject and tense, but the main verb will always stay in its first form. In all the tenses, that is present, past and future. In all the tenses, that is present, past and future. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റൂളാണ്. എല്ലായിടത്തും
അപ്ലൈ ആവും. ഇതിനെ ബേസിൽ ഒത്തിരി എറേഴ്സ് വന്നിട്ടുണ്ട് എക്സാമിൽ. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിളാണ്. ഹൗ ഓഫൻ ആർ യു ഗോയിങ് ടു കോളേജ് പ്ലേ ക്രിക്കറ്റ്? ഓക്കെ, നൗ ലെറ്റ്സ് സീ ഹിയർ. ഇവിടെ ഓഫൻ എന്നുള്ള വാക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പഠിച്ചു. ഓഫൻ എന്നുള്ള വാക്ക് എന്താണ് കാണിക്കുന്നത്? ഹാബിറ്റാണ് കാണിക്കുന്നത്. ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേണം. പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ നമുക്ക് 3 സ്ട്രക്ചർ അറിയാം. ഒന്ന് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് അഫർമേറ്റീവ് പോസിറ്റീവ് സെൻസിലെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് V1 പ്ലസ് S or ES. പിന്നെ എന്താണ്? ഇൻട്രോഗേറ്റീവിൻ്റെ സ്ട്രക്ചർ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ഇൻട്രോഗേറ്റീവ് അല്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രക്ചർ എന്താണ്? ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചറാണ്. ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സബ്ജക്റ്റ് ഏതാണ്? ആരാണ് കോളേജിൽ പോകുന്ന കാര്യം പറയണത്? യു അല്ലേ? ഓക്കെ, സോ ഇത് സബ്ജക്റ്റാണ്. ഓക്കെ, ഫൈൻ, ഇത് സബ്ജക്റ്റാണ്. നമ്മളിവിടെ നോക്കുക, സബ്ജക്റ്റിന് മുന്നേ എന്ത് വരണം? ഡു ഓർ ഡസ് വരണം. ഇൻട്രോഗേറ്റീവ് ആകുമ്പോൾ, പ്രസൻറ്റ് ഇൻട്രോഗേറ്റീവ് ആകുമ്പോൾ. സോ ഇവിടെ ആറ് പറ്റില്ല. ഹൗ ഓഫൻ ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ് വരണം. സബ്ജക്റ്റ് യു പ്ലൂറൽ ആണ്. യു ജനറലി നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് ചിന്തിക്കണേ. യു സിംഗുലർ ഫോമും ഉണ്ട്, പക്ഷേ ജനറലി അസ്യൂം ചെയ്യണത് പ്ലൂറൽ ആയിട്ടാണ്. അപ്പോൾ യു പ്ലൂറൽ ആണെങ്കിൽ അതിന് മുന്നേ എന്ത് വരണം? ഡു വരണം. കാരണം ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് ഇത് വരും. ഞാൻ പറഞ്ഞത് സബ്ജക്റ്റിനനുസരിച്ചാണ് ഹെൽപ്പിംഗ് വേർബ് ചേഞ്ച് ആവണം. അതിനുശേഷം നമുക്ക് വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരണം. ഇതിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഗോ ആണ്. INGയുടെ ആവശ്യമില്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാവും? ഹൗ ഓഫൻ ഡു യു ഗോ ടു പ്ലേ ക്രിക്കറ്റ്? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ഞാൻ ഒരിക്കലും കൂടെ പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്തു? ഓഫൻ എന്നുള്ള വേർഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഹാബിറ്റാണ്. ഹാബിറ്റ് ആകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെറും സബ്ജക്ട് പ്ലസ് V1 പ്ലസ് S or ES എന്ന സ്ട്രക്ചർ മാത്രമല്ല ഉള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ച് വേണം സ്ട്രക്ചർ യൂസ് ചെയ്യാൻ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻട്രോഗേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചറും ഇൻട്രോഗേറ്റീവ് ആയിരിക്കണം. സ്ട്രക്ചർ എന്താണ് പറയണത്? ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 വരണം. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിലെ സബ്ജക്റ്റ് യു ആണ്. സബ്ജക്റ്റിന് മുന്നേ ഡു അല്ലെങ്കിൽ ഡസ് വരണം. സബ്ജക്റ്റിന് മുന്നേ ഡു ഓർ ഡസ് വരണം. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ നേച്ചർ വെച്ചിട്ടാണ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അപ്പോൾ അതിന് മുന്നേ വേർബും വരും പ്ലൂറലായിട്ട്. അപ്പോൾ ഡസ് സിംഗുലർ ആണ്, ഡു പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഹൗ ഓഫൻ ആറെന്ന് മാറ്റിയിട്ട് ഡു ആക്കി. എന്നിട്ട് നമുക്കിവിടെ അറിയാം സബ്ജക്റ്റിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വരേണ്ടത്. വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരണമെങ്കിൽ അതിൽ ING വരില്ല, വെറും ഗോ എന്ന് മാത്രമേ വരുള്ളൂ. സോ അതുകൊണ്ട് ഹൗ ഓഫൻ ഡു യു ഗോ ടു പ്ലേ ക്രിക്കറ്റ്? ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. വൈ ഡോണ്ട് യു ടോൾഡ് ഹിം അബൌട്ട് ദ ഇഷ്യൂ? ഓക്കെ, നൗ ഇതിൽ നമുക്ക് ഹാബിച്വൽ ആക്ഷൻ ആണോ അങ്ങനെയൊന്നും മനസ്സിലാവണില്ല. പക്ഷേ നിങ്ങൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും ശ്രദ്ധിച്ച് നോക്കുക. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോട്ടിന് ശേഷം എപ്പോഴും ഫസ്റ്റ് ഫോമാണ് വരുന്നത്. ഷീ ഡിഡ് നോട്ട് ഗോ ടു കോളേജ്. വൈ വി ഡു നോട്ട് നീഡ് ദിസ്. ഷീ ഡിഡ് നോട്ട് ഗോ ടു കോളേജ്. കണ്ടോ? സോ എപ്പോഴും അതും ഒരു കാര്യം ഓർമ്മ വേണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ എപ്പോഴാണ് ഞാൻ എന്താ പറഞ്ഞത്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ മെയിൻ വേർബ് എന്തായിരിക്കും? ഫസ്റ്റ് ഫോമിലേ വരുള്ളൂ. അപ്പോൾ ഇവിടെ വൈ ഡോണ്ട്, ഇത് നെഗറ്റീവ് അല്ലേ? വൈ ഡു നോട്ട് യു. ഓക്കെ, സബ്ജക്റ്റ് ഇതാണ്. ഓക്കെ, ഡു നോട്ട് ജസ്റ്റ് ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള വ്യത്യാസം കിടക്കുന്നു. ഓക്കെ, ഇവിടെ വേർബിൻ്റെ ഫോം ഏത് വരണം? ടെൽ എന്നാവണം. ഫസ്റ്റ് ഫോം വരണം. വൈ ഡു നോട്ട് യു ടെൽ ഹിം ഓർ വൈ ഡോണ്ട് യു ടെൽ ഹിം അബൌട്ട് ദ ഇഷ്യൂ? ഇസ് ദാറ്റ് ക്ലിയർ? ഇൻട്രോഗേറ്റീവ് ഫോം ആണ്. സോ ഇവിടെ നമ്മൾ ഈ ഫോം ഇവിടെ നോക്കിയാലും മതി. ഈ ഡോണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ്, ഇൻട്രോഗേറ്റീവ് നെഗറ്റീവ് ആണ്. സോ ഡു, അതിനുശേഷം നോട്ട്, സബ്ജക്റ്റ്, അതിനുശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ടെല്ല് വരണം. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ എല്ലാം ഇമ്പോർട്ടൻറ്റ് യൂസേജസ് പഠിച്ചിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. നമ്മൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കൊണ്ടുവരും. ആദ്യം നമുക്ക് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാം, ആൻഡ് ദെൻ വിൽ ഡു പ്രാക്ടീസ് ക്വസ്റ്റൻസ് ഓൾസോ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള പോർഷൻസ് കൊണ്ടുവരാം. ഓരോരോ പാർട്ടായിട്ട് കൊണ്ടുവരാം. കൂടുതൽ ലെങ്തി വീഡിയോസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ ബുദ്ധിമുട്ടാവും. സോ ഓൾറെഡി ഇതൊരു ലെങ്തി വീഡിയോ ആയിക്കഴിഞ്ഞു. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങളിത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് പറയുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ബൈ.